നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനിലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ സുവോളജിയിൽ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നിന്നും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ളത് മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം അത് NCERT വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. പക്ഷെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള PYQs നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കാം. ലെറ്റ്സ് മൂവ് ഇൻ ടു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ അന്നലിഡ നമുക്കറിയാം എർത്ത് വേം വരുന്ന ഫൈലം, ദെൻ ആർത്രോപോഡ നമ്മുടെ കോക്രോച്ച് ആൻഡ് ഇൻസെക്ട് ഒക്കെ വരുന്ന ഫൈലമാണ്. സോ അവര് ബോഡിക്ക് കമ്പാർട്ട്മെന്റ്സ് സെഗ്മെന്റേഷൻ ഉണ്ട്. സോ മെറ്റാമറിസം അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാമറിസം കാണിക്കുന്ന മറ്റൊരു ഫൈലം കോഡേറ്റ, ഇന്റേണലി എന്തുണ്ട്, നമുക്ക് സെഗ്മെന്റേഷൻ ഉണ്ടെന്ന് പറയാം. കാരണം NCERT പറഞ്ഞിട്ടുണ്ട് സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ് ഇവിടെ മെറ്റാമറിസത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഓർഗൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ വെർട്ടിബ്ര റിബ്സ് ഒക്കെ ഇവിടെ നമ്മുടെ കോഡേറ്റ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്ക് ഇന്റേണൽ സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട് എന്ന് പറയാം. സോ നമ്മുടെ ആൻസർ കോഡേറ്റയാണ് വരുന്നത്. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ ഓപ്പണിംഗ് ആണ്, അത് മൗത്ത് ആയിട്ടും ആനസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഫൈലം നമുക്ക് NCERT ലാസ്റ്റ് ആ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. സിലിൻഡ്രേറ്റ ഓർ നിഡേറിയ, അതുപോലെ തന്നെ ടിനോഫോറ, ദെൻ പ്ലാറ്റിഹെൽമിന്തസ്. ഈ മൂന്ന് ഫൈല ആണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനകത്ത് വരുന്നത്. സോ ഇത് ഫാഷിയോള ഇവിടെ പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നതാണ്, നമ്മുടെ ലിവർ ഫ്ലൂക്ക്. അപ്പൊ ഇത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന അസ്റ്റീരിയാസ് നമുക്കറിയാം, എക്കൈനോഡേംസ് അതിനകത്ത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. എസഡിയ യൂറോകോഡേറ്റ ആണ്. ഒക്ടോപ്പസ് മൊളുസ്ക ഇതെല്ലാം കംപ്ലീറ്റ് ആണ്. സോ ഇൻകംപ്ലീറ്റ് വരുന്നത് നമ്മുടെ ഫാഷിയോള. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഫ്രഷ് വാട്ടറും മറൈനും രണ്ടും വരുന്ന സ്പീഷീസ് വരുന്ന ജീവികൾ ഏത് ഫൈലത്തിലാണെന്നാണ് ചോദ്യം. സോ വിച്ച് ഫൈലം? അപ്പം ഇതിനകത്ത് ടിനോഫോറ നമുക്ക് NCERT എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്കൈനോഡേംസ് ഓൾ ആർ മറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെഫലോകോഡേറ്റ എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിഡേറിയ മോസ്റ്റ്ലി മറൈൻ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് സിലിൻഡ്രേറ്റയുടെ കേസിൽ. സോ അവിടെ രണ്ട് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ സ്പീഷീസ് കാണുന്നുണ്ട്. സോ ദിസ് വിൽ ബി ദി ആൻസർ. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഇവിടെ സ്പോഞ്ചസ് കോമൺ ആയിട്ട് എല്ലാവരും കാണിക്കുന്ന ഒരു എക്സെപ്ഷനും ഇല്ലാത്ത ഒരു ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കൽക്കേരിയസ് പിക്യൂള് എല്ലാ സ്പോഞ്ചസിനും ഇല്ല, പക്ഷേ ഹൈ റീജനറേറ്റീവ് പവർ സ്പോഞ്ചസിന് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. സോ ദിസ് വിൽ ബി ദി ആൻസർ. അവർ ഫൗണ്ട് ഓൺലി ഇൻ മറൈൻ വാട്ടർ അല്ല, സ്പോഞ്ചസ് എന്തുണ്ട് എക്സെപ്ഷൻ ഉണ്ട്, ഫ്രഷ് വാട്ടറിലും ഉണ്ട്. ഓൾ ആർ റേഡിയലി സിമെട്രിക്കൽ അല്ല, സ്പോഞ്ചസ് അസിമെട്രിക് ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ സെക്കൻഡ് ബി ആണ് ഓപ്ഷൻ. സ്പോഞ്ചസ് നമുക്കറിയാം റിപ്രൊഡ്യൂസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ്, അതുപോലെ ഹൈ റീജനറേറ്റീവ് കപ്പാസിറ്റി ആണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇൻ വിച്ച് അനിമൽ നെർവ് സെൽ ഈസ് പ്രസന്റ് ബട്ട് ബ്രെയിൻ ഈസ് ആബ്സെന്റ്. അപ്പം ഇവിടെ നമുക്കറിയാം സ്പോഞ്ചസില് നെർവ് സെൽ ന്യൂറോൺസ് തന്നെ ഇല്ല. അപ്പൊ അവിടെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി. എർത്ത് വേം അവിടെ ന്യൂറോൺസ് ഉണ്ട്, നെർവ് സെൽ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ബ്രെയിൻ ഫോർമേഷൻ വരുന്നുണ്ട്. കോക്രോച്ച് ആണെങ്കിൽ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് നമുക്കറിയാം, ഇവിടെയൊക്കെ ബ്രെയിൻ ഫോർമേഷൻ ഉണ്ട്. സോ ഹൈഡ്രയിൽ പക്ഷേ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിനകത്ത് NCERT പറഞ്ഞിരിക്കുന്നത് ബോഡി കൺസിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് എന്നാണ്. സോ അവിടെ ബ്രെയിൻ ഫോർമേഷൻ ഇല്ല, പക്ഷേ ന്യൂറോൺസ് ഉണ്ട്. സോ ഹൈഡ്ര വിൽ ബി ദി ആൻസർ. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് അനിമൽസ് ഹാവ് സ്കാറ്റേർഡ് സെൽസ് വിത്ത് സെൽ ടിഷ്യൂ ഗ്രേഡ്. അപ്പം ഈ സെൽസ് ഒക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെൽ ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം സ്പോഞ്ച് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, പക്ഷെ ഇവിടെ സെൽ ടിഷ്യൂ ചോദിക്കുമ്പോൾ ഹൈഡ്ര, സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ നെക്സ്റ്റ് നമ്മൾ വരുന്ന ഫൈലം അത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ലിവർ ഫ്ലൂക്ക് ആണെങ്കിൽ അത് പ്ലാറ്റിഹെൽമിന്തസിലാണ്, അവിടെ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. കാരീസ് എന്ന് പറയുമ്പോൾ ആസ്കെൽമിന്തസ് ആണ്, അവിടെയാണെങ്കിലും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ ഹൈഡ്രയാണ് ടിഷ്യൂ ഗ്രേഡ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷേ നമ്മൾ ഈ സെൽസും സെൽ ടിഷ്യൂ ഒക്കെ വന്നുകൊണ്ട് നിങ്ങൾ സ്പോഞ്ചസിലോട്ട് പോകാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ചേർത്ത് വെച്ചത് ഈ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് നേരത്തെ വന്ന ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഡിഫറെന്റ് ഫോം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽസ് പോസസ് നെർവ് സെൽസ് ഉണ്ട്, പക്ഷേ നെർവ്സ് ഇല്ല. നമുക്കറിയാം ന്യൂറോൺസ് എന്ത് ചെയ്യണം, ഒരു നെർവ് ഫോം ചെയ്യുന്നില്ല. അപ്പം ഹൈഡ്രയിൽ നമുക്കറിയാം ന്യൂറോൺസ് ഒരു നെറ്റ്വർക്ക് ആയിട്ട് അവിടെ കിടക്കുകയാണ്, നെർവ് ഫോം ചെയ്യുന്നില്ല. സോ ദിസ് വിൽ ബി ദി ആൻസർ. എർത്ത് വേം, ടൈപ്പ് വേം ഒക്കെ നമുക്കറിയാം അവരിൽ നെർവ്സ് ഉണ്ട്. ദെൻ ഫ്രോഗിന്റെ ടാഡ്പോൾ അവിടെയൊക്കെ നെർവ്സ് ബ്രെയിൻ എല്ലാം ഉണ്ട്. എർത്ത് വേം ബ്രെയിൻ ഫോർമേഷൻ വരെയുണ്ട്. ടൈപ്പ് വേം ആണെങ്കിൽ റുഡിമെന്ററി ബ്രെയിൻ ഫോർമേഷൻ ഉണ്ട്. സോ our answer will be hydra. Let's move into the next question. Which of the following does not undergo metamorphosis? നമുക്കറിയാം മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലാർവെ അല്ലെങ്കിൽ ചെറിയ യങ് ഫോംസ് ഒക്കെ അതിന്റെ അഡൽട്ടിലോട്ട് മാറുമ്പോൾ വരുന്ന അബ്രപ്റ്റ് ചേഞ്ചസ്, അതാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്നവർക്ക് മെറ്റാമോർഫോസിസ് ഉണ്ടാവില്ല. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് വരുന്ന ജീവികൾ, അപ്പൊ ഇതെല്ലാം ടൂണിക്കേറ്റ്, മോത്ത്, സ്റ്റാർ ഫിഷ് ഇവരെല്ലാം ലാർവൽ ഫോം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്നതാണ്. എർത്ത് വേം ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. സോ നോ മെറ്റാമോർഫോസിസ്. അവിടെ യങ് ഫോം എന്ന് അഡൽട്ടിലോട്ട് മാറുമ്പോൾ വരുന്ന ഒരു ചേഞ്ചസ് മെറ്റാമോർഫോസിസ് ഇല്ല. സോ ദ ആൻസർ ഈസ് എർത്ത് വേം. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം what is true about nereis?
സ്കോർപിയോൺ, കോക്രോച്ച് ആൻഡ് സിൽവർ ഫിഷ്. അപ്പൊ ഇവിടെ ഇതെല്ലാം സിൽവർ ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് അല്ല, അത് ആർത്രോപോഡ നമ്മുടെ ഫൈലത്തിൽ വരുന്നതാണ്. സോ നെറീസ് ആണെങ്കിൽ അന്നലീഡയിൽ വരുന്നതാണ്, അക്വാട്ടിക് ആണ്, വെള്ളത്തിലാണ്. സ്കോർപിയോൺ, കോക്രോച്ച്, സ്കോർപിയോൺ തേള്, നമ്മുടെ കോക്രോച്ച് ഒക്കെ വരുന്ന ആർത്രോപോഡ. ദെൻ ആൾ പൊസസ് ഡോസൽ ഹെഡ്. നമുക്കറിയാം നോൺ കോഡേറ്റ്സ് അവരെന്താണ്, ഡോസൽ ഹാർട്ട് ആണ്. അപ്പം കോഡേറ്റ്സിനെയും നോൺ കോഡേറ്റ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടേബിൾ NCERT പറഞ്ഞിട്ടുണ്ട്. കോഡേറ്റ്സിന് എന്താണ്, വെൻട്രൽ ഹാർട്ട് ആണ്, ഇവിടെ ഡോസൽ ഹാർട്ട് ആണ്. അപ്പൊ ഇത് ശരിയാണ്. നണ്ണീസ് അക്വാട്ടിക്, ഒന്നും വെള്ളത്തില്ല, പക്ഷെ നമുക്കറിയാം നെറീസ് അക്വാട്ടിക് ആണ്, വെള്ളത്തിലാണ്. അപ്പൊ ഇത് റോങ് ആണ്. ദേ ബിലോങ് ടു സെയിം ഫൈലം അല്ല, ഒന്ന് അന്നലിഡയും മറ്റേ ആർത്രോപോഡയാണ്. ജോയിന്റഡ് അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ ഇതും ഇതിനകത്ത് ആർത്രോപോഡയിലാണ് വരുന്നത്. സോ എല്ലാവർക്കും അതില്ല, ഇവിടെ നെറീസ് ഡിഫറെന്റ് ആണ്. ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് ഓർഗാനിസം പോയിന്റ് ഔട്ട് എ കംപ്ലീറ്റ്ലി നോൺ പാരസൈറ്റിക്. ഒരിക്കലും പാരസൈറ്റിന്റെ ഒരു സ്വഭാവം കാണിക്കാൻ പാടില്ല. ടേപ്പ് വർം നമുക്ക് അറിയാം എൻഡോ പാരസൈറ്റ് ആണ്. സി അനിമോണി എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം സി അനിമോണി നമുക്കറിയാം ക്ലോൺ ഫിഷുമായിട്ട് കമൻസാലിസം കാണിക്കുന്നുണ്ട്. സോ അത് കമൻസാൽ ആണ്. സോ അവിടെ പാരസൈറ്റ് അല്ല. മോസ്കിറ്റോ ആണെങ്കിൽ നമുക്ക് അതൊരു പാരസൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫിമെയിൽ മോസ്കിറ്റോ ബ്ലഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. സോ എനിവേ നമുക്കത് ഒഴിവാക്കാം. ലീച്ച് ആണെങ്കിൽ എക്ടോ പാരസൈറ്റ് ആണ്. സോ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് സി അനിമോണി. ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, an important characteristic that hemicodate share with codate. അപ്പൊ കോഡേറ്റിനും ഹെമികോഡേറ്റിനും കോമൺ ആയിട്ടുള്ളത്, അപ്പൊ നോട്ടോകോഡ് അല്ല അവിടെ ഉള്ളത്. ഹെമികോഡേറ്റ് എന്താണ്, സ്ട്രോമോ കോഡാണ്. ദെൻ വെൻട്രൽ ട്യൂബുലാർ നെർവ് കോഡ് അല്ല കോഡേറ്റ്സിൽ നമുക്കറിയാം ഡോസൽ ഹോളോ നെർവ് കോഡാണ്. ഫാരിങ്സ് വിത്ത് ഗിൽ സ്ലിറ്റ്സ്, അപ്പൊ അത് കോഡേറ്റ്സിലും അതുപോലെ തന്നെ ഹെമികോഡേറ്റ്സിലും ഉണ്ട്. അപ്പൊ അതൊരു കോമൺ ആയിട്ടുള്ള ഫീച്ചർ ആണ്. ദിസ് വിൽ ബി ദി ആൻസർ. Let's move into the next question. Which of the following is totally wrong about the occurrence of notochord while the other three are correct? അപ്പം കറക്റ്റ് റോങ് ആയിട്ടുള്ളത് ഏതാണ് ചോദ്യം. പ്രസന്റ് നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ലാർവൽ ടൈൽ ഇൻ അസിഡിയൻസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ അസിഡിയ, സാൽപ്പ, ഡൊളിയോളം ഒക്കെ വരുന്ന നമ്മുടെ യൂറോകോഡേറ്റ്സ്, അതിനകത്ത് ലാർവയുടെ ടെയിൽ എന്തുണ്ട്, നോട്ടോകോഡ് ഉണ്ട്. അപ്പം കറക്റ്റ് ആണ്. Then it is absent throughout life in humans from the very beginning. അപ്പം വെരി ബിഗിനിങ് തൊട്ട് തന്നെ നോട്ടോകോഡ് ആബ്സെന്റ് അല്ല. നമുക്കറിയാം എംബ്രിയോണിക് സ്റ്റേജസ്, ഏർലിയർ സ്റ്റേജസിൽ എന്തുണ്ട്, നോട്ടോകോഡ് ഉണ്ട്. ലേറ്റർ അത് വെർട്ടിബ്രൽ കോളം റീപ്ലേസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. സോ അപ്പം ഇത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് പ്രസന്റ് ത്രൂ ഔട്ട് ലൈഫ് ഇൻ എംഫിയോക്സസ്. നമുക്കറിയാം സെഫലോകോഡേറ്റ്സിൽ അത് ത്രൂ ഔട്ട് ലൈഫ് ഉണ്ട്. ഇറ്റ് ഈസ് റിപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട് ഫ്രോഗ്സ്. അപ്പം ഇതും കറക്റ്റ് ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ബി ഇസ് ആൻസർ. ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following character is not found in all codates? അപ്പൊ എല്ലാ കോഡേറ്റ്സിലും ഇല്ലാത്തത് ഏതാണ് ചോദ്യം. അപ്പൊ എല്ലാ കോഡേറ്റ്സിലും ഇല്ലാത്തത് നമുക്കറിയാം ഡയഫ്രം. എല്ലാ കോഡേറ്റ്സിലുള്ള ഡയഫ്രം മാമൽസിലാണ് കാണുന്നത്. സോ ദിസ് വിൽ ബി ദി ആൻസർ. ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ വെർട്ടിബ്രേറ്റ്സ്. അപ്പൊ വെർട്ടിബ്രേറ്റ്സിന് ഒരു എക്സെപ്ഷനും ഇല്ലാതെ എല്ലാവരും കാണിക്കുന്ന ഫീച്ചറാണ് ചോദ്യം. ഇവിടെ നമുക്ക് അംഫീബിയ ഹെഡ്, നെക്ക്, ട്രങ്ക് ആണ്. അംഫീബിയ ഫ്രോഗിനൊക്കെ ബോഡി ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക് എന്നാണ് NCERT മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കത് എല്ലാവർക്കും അത് അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. ബോഡി കവേർഡ് വിത്ത് എൻ എക്സോസ്കെലിറ്റൺ, അതും എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഫങ്ഷണൽ 2 പെയർസ് ഓഫ് അപ്പൻഡേജസ്, അതും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പ്രസൻസ് ഓഫ് വെൽ ഡെവലപ്ഡ് സ്കള്ള്, അത് വെർട്ടിബ്രേറ്റ്സിന് കോമൺ ആയിട്ട് എല്ലാ വെർട്ടിബ്രേറ്റ്സിനും ഉള്ള ഫീച്ചർ ആണ്. ദർ ഈസ് നോ എക്സെപ്ഷൻ. സോ ദ ആൻസർ ഈസ് ഡി. ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോമൺ ഇൻ വെയിൽ, ബാറ്റ് ആൻഡ് റാറ്റ്. അപ്പം അതിനകത്ത് ഇത് മാമൽസ് ആണെന്ന് നമുക്കറിയാം. വെയിൽ വെള്ളത്തിലാണ്, റാറ്റ് കരയിലാണ്, ബാറ്റ് നമ്മുടെ പറക്കുന്ന മാമലാണ്. സോ ഇതിനകത്ത് നമുക്ക് വരുന്നത് മാമൽസിന് നമുക്കറിയാം ഡയഫ്രം ഉണ്ട്. അപ്പൊ മാമൽസിന് എന്തുണ്ട്, മസ്കുലാർ ഡയഫ്രം ബിറ്റ്വീൻ തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അപ്പം ഇതാണ് കോമൺ ആയിട്ട് മൂന്നിലും വരുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാമൽസിന് ഡയഫ്രം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഡേറ്റ് ക്യാരക്ടർ. കോഡേറ്റ്സിന് എന്തുണ്ട്, നമുക്കറിയാം കോഡേറ്റ്സിന് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം ഗിൽസ് അല്ല, ഗിൽ സ്ലിറ്റ്സ്. അപ്പം പോസ്റ്റ് ചാനൽ ടെയിൽ കോഡേറ്റിന്റെ ഒരു ഫീച്ചർ ആണ്. സോ ദിസ് വിൽ ബി ദി ആൻസർ. സ്പൈറക്കൽ സ്കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ ഒന്നും കോഡേറ്റിന്റെ ഫീച്ചർ അല്ല. ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. പെട്രോമൈസിൻ നമുക്കറിയാം ലാംപ്രേ സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്നതാണ്. അപ്പം അവര് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ബോഡി ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആണ്. മൗത്ത് ഈസ് സർക്കുലർ ആൻഡ് ലാക് ജോസ് അഗ്നാത്തയിലാണ് വരുന്നത് സൈക്ലോസ്റ്റൊമാറ്റ, അതറിയാം. സോ അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷേ അവര് മൈഗ്രേറ്റ് ടു ഓഷ്യൻ അല്ല, മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. അപ്പൊ ഫ്രഷ് വാട്ടറിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് സ്പോണിങ്, അവരെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെന്താവും, പാരന്റ്സ് ഡെത്ത് ആവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ പെട്രോമൈസൻ അതിനകത്ത് ഈ ഒരു ഓഷ്യൻ, നമ്മളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഓഷ്യൻ അവർ ഫ്രഷ് വാട്ടറിലോട്ടാണ് സ്പോണിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് അനിമൽസ് ഈസ് കറക്ട്ലി ഡിസ്ക്രൈബ്ഡ് വിത്ത് നോ സിംഗിൾ എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷൻ പാടില്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ.
All reptiles possess scales and have a 3-chambered heart. നമുക്കറിയാം crocodile 4-chambered and exception ഉണ്ട്. All bony fishes have 4 pairs of gills and an operculum on each side. അപ്പോൾ gills ഉണ്ട് കവർ ചെയ്തുകൊണ്ട് operculum ഉണ്ട് 4 pairs of gills. ഇത് കറക്റ്റ് ആണ്. ബോണി ഫിഷിൽ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. All sponges are marine അല്ല. Then അവിടെ തന്നെ അത് പോയി. All mammals are viviparous അല്ല. mammals എന്തുണ്ട് oviparous. നമുക്കറിയാം ornithorhynchus, platypus ഒക്കെ oviparous mammal ആണ്. So the answer will be B. Let's move into the next question. What will you look for to identify the sex of the following? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാർക്കിന് ക്ലാസ്പേഴ്സ് ഉണ്ട് അതിന്റെ പെൽവിക് പിൻസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ദിസ് വിൽ ബി ദി റൈറ്റ് ആൻസർ ഇതുണ്ട്. ദെൻ ഫിമെയിൽ അസ്കാരിസ് ഷാർപ്ലി കർവ്ഡ് പൊസ്റ്റീരിയർ ഉണ്ട്. അത് മെയിൽ അസ്കാരിസ് ആണ്. നിങ്ങൾ NCERT ഒരു പിക്ചർ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാർപ്ലി കർവ്ഡ് പൊസ്റ്റീരിയർ ഉണ്ട് മെയിൽ അസ്കാരിസിനാണ്. മെയിൽ ഫ്രോഗ് കോപ്പുലേറ്ററി പാർഡൻ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഹൈൻഡ് ലിംബല്ല ഫോർ ലിംബാണ്. ഫിമെയിൽ കോക്രോച്ചിലെ മെയിൽ കോക്രോച്ചിലൊക്കെ അനൽ സേഴ്സി ഉണ്ട്. അനൽ സ്റ്റെയിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? മെയിൽ കോക്രോച്ചിന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following group of animals is correctly matched? അപ്പം ഇത് കറക്റ്റ് മാച്ച് ആണ് വിത്തൗട്ട് ഒരു എക്സെപ്ഷനും പാടില്ല. മാമൽസ് എന്തല്ല എല്ലാവരും ഗിവ് ബർത്ത് ടു യങ് അല്ലല്ലോ. ഓവിപാരസ് മുട്ടയിടുന്ന മാമൽസ് ഉണ്ട്. സോ നമുക്ക് അവിടെ എക്സെപ്ഷൻ ഉണ്ട്. റെപ്റ്റൈൽസ് എല്ലാം 3-chambered അല്ല. ക്രൊക്കഡൈൽ 4-chambered ആണ്. എക്സെപ്ഷൻ ഉണ്ട്. കോഡേറ്റ്സ് എല്ലാവർക്കും എന്തില്ല അപ്പർ ആൻഡ് ലോവർ ജോ ഇല്ല. അഗ്നാത്ത ജോ ഇല്ലാത്തതും കോഡേറ്റിൽ സൈക്ലോസ്റ്റോമാറ്റ വരുന്നുണ്ട്. സോ ജോലസ് വരുന്നുണ്ട്. എനിവേ കോൺട്രിക്റ്റിയസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആണ്. അത് അവർക്ക് കോമൺ ആണ്. സോ ഡി വിൽ ബി ദി ആൻസർ. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following character is not typical of class Mammalia? മാമൽസിന് ഇല്ലാത്ത ക്യാരക്ടർ, മാമൽസിന്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ അല്ലാത്തത്. തീക്കോഡോൺ ഡെന്റീഷൻ നമുക്കറിയാം പല്ല് അവരുടെ ജോയില് സോക്കറ്റില് ഇൻസേർട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തീക്കോഡ് ഡെന്റീഷൻ മാമൽസിന്റെ പ്രത്യേകതയാണ്. ആൽവിയോളാർ ലെങ്സ് ഉണ്ട്. മാമൽസിന് 10 pairs of cranial nerves അല്ല 12 pairs of cranial nerves ആണ് നമുക്കൊക്കെ ഉള്ളത്. സോ അത് എല്ലാ മാമൽസിന്റെയും എന്തെല്ലാം ടിപ്പിക്കൽ ഫീച്ചർ അല്ല. 7 cervical vertebra, വളരെ ഫ്യൂ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് മാമൽസിന് എന്തുണ്ട് 7 cervical vertebrae ആണ്. സോ ഇതിനകത്ത് റോങ് ആൻസർ ഇതാണ് വരുന്നത്. സോ ദിസ് വിൽ ബി അവർ ആൻസർ. അപ്പം നോട്ട് ടിപ്പിക്കൽ ആണ് ചോദിച്ചത്. ടിപ്പിക്കൽ അല്ലാത്തത് 10 pairs of cranial nerves ആണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് വെരി യുണീക്ക്. അപ്പം മാമൽസിന്റെ യുണീക്ക് ഫീച്ചർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയഫ്രം മാമൽസിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ബാക്കിയെല്ലാം റെപ്റ്റൈലിലൊക്കെ കാണുന്ന മറ്റ് ജീവികളിൽ കാണുന്ന ബേർഡ്സിലൊക്കെ ഹോമിയോതോംസ് ആണ്. അപ്പം റെപ്റ്റൈലിന് മാമൽസിന് മാത്രം യുണീക്ക് ആയിട്ടുള്ളത് ഇവിടെ ഡയഫ്രം ആണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following matching pair of an animal and certain phenomenon it exhibit? അപ്പം ഇവിടെ കറക്റ്റ് മാച്ചിങ്. ഫെറിറ്റിമ മണ്ണിര ഡൈമോർഫിസം. മണ്ണിര ആണും പെണ്ണും സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നില്ല. മണ്ണിര ഹെർമാഫ്രോഡൈറ്റ് ആണ്. ആണും പെണ്ണും ഒന്നിലാണ്. മസ്ക നമ്മുടെ ഹൗസ് ഫ്ലൈ മെറ്റാമോർഫോസിസ് ലാർവ. അതിന്റെ ലൈഫ് സൈക്കിളിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. സോ അത് ലാർവൽ ഫോമിൽ ഒന്ന് അഡൽട്ടിലോട്ട് മാറുമ്പോൾ മെറ്റാമോർഫോസിസ് ഉണ്ട്. മസ്ക കറക്റ്റ് ആണ്. അപ്പം കെമിലിയോൺ കാമോഫ്ലേജ് ആണ്, മിമിക്രി അല്ല. ടീനിയ പോളിമോർഫിസം, അതിന് ഡിഫറെന്റ് ഫോംസ് ഒന്നും കാണിക്കുന്നില്ല. സോ പോളിമോർഫിസം ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is common between ostrich, penguin and kiwi? ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവരൊന്നും പറക്കാത്ത പക്ഷികളാണ്. സോ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ട്രക്കിയ ഓഫ് കോക്രോച്ച് ആൻഡ് മാമൽസ് ആർ സിമിലർ ഇൻ ഹാവിംഗ്. സോ ഇതാണ് നമ്മുടെ ഇതിനകത്ത് കോക്രോച്ചിന്റെ ട്രക്കിയക്കും നമ്മുടെ ട്രക്കിയക്കും എന്താ നോൺ കൊളാപ്സിബിൾ വാൾസ് ആണ് ഇതിനകത്ത്. വളരെ രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ ഒരു PYQ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.